നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. LDF സ്ഥാനാർത്ഥി M സ്വരാജ് മാങ്കുത്ത് LP സ്കൂളിലും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലും രാവിലെ തന്നെ വോട്ട് ചെയ്തു. വോട്ടവകാശം വിനിയോഗിക്കുക എന്നതാണ് പ്രധാനമെന്ന് M സ്വരാജ് പറഞ്ഞു. നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമുണ്ടെന്നും ഓരോ ഘട്ടം കഴിയുമ്പോഴും ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സ്വരാജ് കൂട്ടിച്ചേർത്തു. രാവിലെ ഞാൻ വോട്ട് ചെയ്ത ബൂത്ത് 202-ാം ബൂത്തിൽ ചെറിയ ക്യൂ, വളരെ നീണ്ട ക്യൂ എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ആ ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് അവര് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി, വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി അവര് ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്ത ആളെ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് സാവധാനത്തിലാണ് അവിടെ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചെറിയ ക്യൂ വന്നത്. മറ്റു ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല, ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ്, 100% വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക. അപ്പോൾ പോളിംഗ് ശതമാനം ഉയരട്ടെ, എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക. അല്ല, വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുമല്ലോ. പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ. അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ചരിത്ര ഭൂരിപക്ഷമാകും ലഭിക്കുകയെന്ന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു. UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെന്നും അൻവർ ഘടകമാകുമോ എന്ന ചോദ്യത്തിന് കുറെ സ്വതന്ത്രന്മാർ മത്സരിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു ഷൌക്കത്തിന്റെ മറുപടി. മഴ പ്രശ്നമല്ലെന്നും പോളിംഗ് ശതമാനം കൂടുമെന്നും ഷൌക്കത്ത് പറഞ്ഞു. കുടുംബസമേതം എത്തിയാണ് ആര്യാടൻ ഷൌക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. ആര്യാടൻ ഷൌക്കത്ത് 15,000 മുതൽ 20,000 വോട്ടിന് ജയിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതാവും രാജ്യസഭാ MP-യുമായ PV അബ്ദുൽ വഹാബ് പറഞ്ഞത്. അൻവർ പിടിക്കുന്നത് LDF-ന്റെ വോട്ടാണെന്നും അൻവർ പിടിക്കുന്ന വോട്ടിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് UDF-ന്റെ ഭൂരിപക്ഷം കൂടുമെന്നും വഹാബ് കൂട്ടിച്ചേർത്തു. 263 ബൂത്തുകളിലായി 2,32,384 വോട്ടർമാരാണ് ഇന്ന് സമ്മതിദാനാവകാശം നിർവഹിക്കാനുള്ളത്. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6-ന് പൂർത്തിയാകും. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൌക്കത്തിനും M സ്വരാജിനും പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുന്ന PV അൻവറിന്റെ സാന്നിധ്യമാണ് മത്സരത്തെ പ്രവചനാതീതമാക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും കൊമ്പുകോർത്ത പ്രചാരണത്തിന് ശേഷമാണ് ഇന്ന് മണ്ഡലം വിധിയെഴുതുന്നത്. UDF, LDF, NDA മുന്നണികൾക്കൊപ്പം അൻവറിന്റെ കൂടി സാന്നിധ്യം പോരാട്ടം വീറുറ്റതാക്കുകയാണ്. 3-ാം വട്ടവും ഭരണം ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ സർക്കാരിനും നിലമ്പൂരിലെ വിധിയെഴുത്ത് നിർണായകം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന വാദമുയർത്തിയ പ്രതിപക്ഷത്തിന്റെ നിലപാടുറപ്പിക്കാൻ മണ്ഡലം പിടിച്ചെടുക്കേണ്ട ബാധ്യതയാണ് UDF-ന്റേത്. വികസന മുദ്രാവാക്യത്തിന് എത്ര വോട്ടെന്ന കണക്കെടുപ്പിലാണ് NDA. ഈ ചാനൽ നിലമ്പൂർ.